ഒരു പറവൂരുകാരനും താൻ കാരണം അപമാന ഭാരത്താൽ തലകുനിക്കേണ്ടി വരില്ല എന്ന വാക്ക് നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ജന്മനാട് നൽകിയ പൗരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒരാളെ മുഖ്യമന്ത്രിയാക്കാനായി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമാണെന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത മോഹൻലാൽ അഭിപ്രായപ്പെട്ടു. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നാടൊന്നായി മുറവിളി കൂട്ടിയ അനുഭവം കേരള ചരിത്രത്തിൽ തന്നെ വിരളമായിരിക്കും. പറവൂരിന് മാത്രമല്ല, കേരളത്തിനാകെ ഈ ഒരാളെ വേണം എന്ന് തോന്നാൻ കാരണം എന്താണ് എന്ന് ഞാൻ ആ ദിവസങ്ങളേറെ ആലോചിച്ചിട്ടുണ്ട്. സത്യസന്ധത, സുതാര്യത. സത്യസന്ധതയും സുതാര്യതയുമാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രത്യേകതകളെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞു. വി ഡി സതീശന്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നും മോഹൻലാൽ ആശംസിച്ചു. നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് എൻ്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഒഴുകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂൾ കവാടത്തിൽ വരെ മയക്കുമരുന്ന് എന്ന വിപത്ത് ഇന്ന് എത്തിയിരിക്കുന്നു. ഉരുക്കുമുഷ്ടിയും ദൃഢനിശ്ചയവുമായി സർക്കാർ മുന്നിൽ നിന്നാൽ മയക്കുമരുന്ന് എന്ന വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കാൻ സാധിക്കും. അതിനുള്ള കരുത്ത് ഈ ഗവൺമെന്റിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേതാവ് ഭരണാധികാരിയായി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും മറ്റുള്ളവർ പ്രജകളുമാവും. വി ഡി സതീശൻ അങ്ങനെയുള്ള ഒരാളല്ല എന്നതുകൊണ്ടാണ് താൻ പരിപാടിയിൽ ഉദ്ഘാടകനായി പങ്കെടുക്കുന്നതെന്ന് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. ഒരു ആളിനെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങൾ അവർ വോട്ട് കൊടുത്താണ് ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. അനേകം ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചാണ് അങ്ങനെയാണ് നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷേ നേതാവ് ഭരണാധികാരി കഴിഞ്ഞാൽ അദ്ദേഹം രാജാവും തനിക്ക് വോട്ട് ചെയ്തവരെല്ലാം പ്രജകളുമാണെന്ന് വിചാരിച്ചാൽ അവിടെ ജനാധിപത്യം പരാജയപ്പെടും. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അങ്ങനെ ആളല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ ഞാൻ വന്നത്. പുഞ്ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകിയതിൽ പറവൂരുകാർക്ക് അഭിമാനിക്കാമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത നടൻ സലീം കുമാർ പറഞ്ഞു. സത്യത്തിൽ അതാണ് നടന്നത്. വനവാസത്തിന് പോവാൻ നിന്നവരെ നിർബന്ധിച്ച് പട്ടാഭിഷേകം നടത്തിയ ഒരു പറ്റം ജനതയുടെ സായുജ്യത്തിന്റെ കഥയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ വി ഡി സതീശൻ. പറവൂരുകാരുടെ സ്വപ്നത്തിന്റെ തേരിലേറിയാണ് മുഖ്യമന്ത്രി പദത്തിലെത്തിയതെന്ന് വി ഡി സതീശൻ നന്ദി അറിയിച്ചു. ഞാൻ നിങ്ങളോട് പണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നെ കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാക്കില്ല എന്ന്. ഞാൻ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ വീണ്ടും അടിവരയിട്ടുകൊണ്ട് അത് ആവർത്തിക്കുന്നു. ഒരു പറവൂരുകാരനും അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കേണ്ട ഒരു കാര്യവും നിങ്ങളുടെ ജനപ്രതിനിധി ചെയ്യില്ല. പറവൂർ സമൂഹം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പൗരസ്വീകരണത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ജനപ്രതിനിധികളും പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.